Rrb Ntpc മാത്തമാറ്റിക്സ് സിലബസിലെ നമ്പർ സിസ്റ്റം എന്ന പാർട്ടിൻ്റെ 5ാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട 4 വീഡിയോ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വരിക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിസിബിലിറ്റിനെ കുറിച്ചാണ്. 2 മുതൽ 19 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെയ്യാമെന്നും പിന്നെ സാധാരണയായി കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാറുള്ള ഡിഗ്രി ലെവൽ, ഹയർ സെക്കൻഡറി ലെവൽ ചോദ്യങ്ങളുമാണ് ഈ ഒരു പോർഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ആദ്യം 2 മുതൽ 19 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി പഠിക്കും. അതിനുശേഷം അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രാക്ക് Rrb Ntpcയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ബൈ 2. 2ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്കൊരു നമ്പർ തന്നിട്ട് എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം ചെയ്യാമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് 2ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ എൻഡ് ചെയ്യുന്നത് 0, 2, 4, 6, 8 എന്നീ നമ്പറിലാണെങ്കിൽ നമുക്ക് പറയാം ആ തന്നിട്ടുള്ള നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആണെന്ന്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ളത് 126 ആണ്. 126ൻ്റെ അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം 6ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ 126 എന്ന് പറയുന്ന നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആണ്. അപ്പോൾ ഇതാണ് 2ൻ്റെ ഡിവിസിബിലിറ്റി റൂള്. അതായത് 0, 2, 4, 6 എന്നീ നമ്പറിലാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പർ അവസാനിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2. ഇനി നമുക്ക് 3ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാം. സോ 3ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. 3ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പർ ടേക്ക് ദ സം ഓഫ് ദ ഡിജിറ്റ്സ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിൻ്റെ സം എടുക്കുക. അതിനുശേഷം ആ സമ്മിനെ 3നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും. 147 എന്ന നമ്പറാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നമുക്ക് അറിയാം എന്താ പറഞ്ഞിട്ടുള്ളത്. ആദ്യം സം ഓഫ് ദ ഡിജിറ്റ്സ് എടുക്കുക. 1 + 4 + 7 വിച്ച് ഈസ് ഈക്വൽ ടു 12 അല്ലേ. 7 + 4 11 + 1 12. ഇനി ഈ കിട്ടിയ 12നെ 3നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. നമുക്കറിയാം 4 3s are 12. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. സോ നമുക്ക് പറയാം 147 എന്ന് പറഞ്ഞ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആണ്. അതുപോലെ 126 എങ്ങനെ ചെയ്യാം. ആദ്യം തന്നെ സം ചെയ്യുക. നമ്പേഴ്സിൻ്റെ ഡിജിറ്റിനെ സം ചെയ്യുക. 1 + 2 + 6 വിച്ച് ഈസ് ഈക്വൽ ടു 9. പിന്നെ ആ 9നെ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. നമുക്കറിയാം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. 3 3s are 9. സോ 126 എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആണ്. ഓക്കെ, ഇത് 3ൻ്റെ റൂള്. അടുത്തത് നമുക്ക് 4ൻ്റെ റൂൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യാം. 4ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള നമ്പറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്മൾ എടുക്കുക. അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കുക. അതുപോലെ അവസാനത്തെ 2 ഡിജിറ്റ് 0 ആണെങ്കിലും 2 ഡിജിറ്റ് 0 ആണെങ്കിൽ നമുക്ക് പറയാം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. 164. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കുക. ഇവിടെ 64 എന്ന് പറഞ്ഞ ഡിജിറ്റ് എടുക്കുക. എന്നിട്ട് ആ ഡിജിറ്റ് 4നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് നോക്കുക. നമുക്കറിയാം 16 4s are 64. അപ്പോൾ നമുക്ക് പറയാം 164 എന്ന് പറയുന്ന നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണെന്ന്. ഓക്കെ, അതുപോലെ 1600 ആണെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആണ്. അപ്പോൾ പറയാം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4. അപ്പോൾ ഇതാണ് 4ൻ്റെത്. 4ൻ്റെ ഡിവിസിബിലിറ്റിക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആണെന്ന് നോക്കുക. ഓക്കെ, അടുത്തത് 5ൻ്റെ ഡിസ്കസ് ചെയ്യാം. 5ൻ്റെ ഡിവിസിബിലിറ്റി വളരെ എളുപ്പമാണ്. നമുക്ക് തന്നിട്ടുള്ള നമ്പറിൻ്റെ അവസാനത്തെ ഡിജിറ്റ് 5 or 0 ആണെങ്കിൽ നമുക്ക് പറയാം ആ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 5 ആണെന്ന്. അതായത് ഇവിടെ തന്നിട്ടുള്ളത് എക്സാമ്പിൾ എന്ന് പറയാൻ 9605. നമുക്കറിയാം അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ 6990 ഇതിൻ്റെ അവസാനത്തെ നമ്പർ 0 ആണ്. അവസാനത്തെ ഡിജിറ്റ് 5 or 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ദിസ് നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 5. 5ൻ്റെ റൂളും അത്രയേ ഉള്ളൂ. അവസാനത്തെ ഡിജിറ്റ് ചെക്ക് ചെയ്യുക. 5 ആണോ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത് നമുക്ക് 6ൻ്റെ നോക്കാം. 6ൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം. നമുക്കറിയാം 2 × 3 എന്ന് പറയുന്നത് 2 3s are 6. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം. നമുക്ക് തന്ന നമ്പർ 2നെ കൊണ്ടും 3നെ കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 2നെ കൊണ്ടും 3നെ കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് പറയാം നമുക്ക് തന്നിട്ടുള്ള നമ്പർ 6നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 924 എന്നാണ് നമുക്ക് തന്നിട്ടുള്ള നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 924ൻ്റെ 2ൻ്റെയും 3ൻ്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണം. ഫസ്റ്റ് 2ൻ്റെ നോക്കാൻ എന്താ വേണ്ടത്. അവസാനത്തെ ഡിജിറ്റ് 0, 2, 4, 6, 8 എന്നീ നമ്പറിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ് 4 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആണ്. അടുത്തത് നമ്മൾ 3ൻ്റെ ചെക്ക് ചെയ്യണം. 3ൻ്റെ ചെക്ക് ചെയ്യാൻ എന്താണ് വേണ്ടത്. ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യണം. 9 + 2 + 4 എത്രയാണ്
15 എന്ന് പറയും. 15 ആൻസർ കിട്ടും. ഇനി എന്ത് ചെയ്യണം? ആ 15 3നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? അതെ. 5 3s are 15. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ 924 2ൻ്റെയും 3ൻ്റെയും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് പറയാം 924 എന്ന് പറയുന്നത് 6നെ കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. അതുപോലെ 7200 എടുത്താലോ? അവസാനത്തെ ഡിജിറ്റ് 0 ആണ്. അപ്പോൾ 2നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. 3നെ കൊണ്ട് നോക്കണമെങ്കിൽ ആഡ് ചെയ്യണം. 7 + 2 + 0 + 0 which is equal to 9 which is equal to 9. 9 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പോൾ നമുക്കറിയാം 7200ഉം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6 ആണെന്ന്. ഓക്കെ. ഇനി അടുത്തത് 7ൻ്റെ ഡിവിസിബിലിറ്റി. 7ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. 7ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഡബിൾ ദ ലാസ്റ്റ് ഡിജിറ്റ്. നമുക്ക് തന്നിട്ടുള്ള നമ്പറിൻ്റെ അവസാനത്തെ ഡിജിറ്റിൻ്റെ ഡബിൾ എടുക്കുക. എന്നിട്ട് ആ കിട്ടിയ ഡബിളിനെ റിമൈനിങ് നമ്പേഴ്സിനെ കൊണ്ട് സബ്ട്രാക്റ്റ് ചെയ്യാം. സബ്ട്രാക്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം തന്നിട്ടുള്ള നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആണെന്ന്. അപ്പോൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. 413 നമ്മൾ പറഞ്ഞ പ്രകാരം എന്താണ്? അവസാനത്തെ ഡിജിറ്റിനെ ഡബിൾ ചെയ്യാം. ഇത് 3ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 3 × 2 which is equal to 6 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇഫ് റിമൈനിങ് നമ്പർ എന്ന് പറഞ്ഞാൽ 41. അപ്പോൾ 41 മൈനസ് എത്രയാണ് നമുക്ക് ഡബിൾ കിട്ടിയത്? 6. എത്രയാണ്? 35. ഇനി ഈ കിട്ടിയ 35നെ എന്ത് ചെയ്യണം? 7നെ കൊണ്ട് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം എത്രയാണ്? 5 7s are 35. സോ നമുക്ക് പറയാം ഈ നമ്പർ 430 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആണ്. അതുപോലെ 84ൻ്റെ കേസ് എടുത്താലോ? 84 അല്ലേ? 84 എന്ത് ചെയ്യണം? അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 4ൻ്റെ ഡബിൾ എടുക്കുക. അവസാനത്തെ ഡിജിറ്റിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 8. എന്നിട്ട് എന്ത് ചെയ്യുക? റിമൈനിങ്ങിനെ കൊണ്ട് മൈനസ് ചെയ്യുക. അതായത് 8 - 8 which is equal to 0. ഇവിടെ 0 വന്നു കഴിഞ്ഞാലും നമുക്ക് പറയാം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7. അപ്പോൾ ഇത് രണ്ടും 413ഉം 84ഉം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആണ്. 8ൻ്റെ ഡിവിസിബിലിറ്റിയാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. 8ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള നമ്പറിൻ്റെ അവസാനത്തെ 3 ഡിജിറ്റ് എടുക്കുക. 3 ഡിജിറ്റാണ് ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് ആ 3 ഡിജിറ്റ് 8നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നോക്കണം. അവസാനത്തെ 3 ഡിജിറ്റ് 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8 ആണെന്ന്. അപ്പോൾ എക്സാമ്പിൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? 4088 ആണ്. അവസാനത്തെ 3 ഡിജിറ്റ് എന്ന് പറയുന്നത് =088. ഇനി ഈ നമ്പറിനെ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 11888. ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് പറയാം 4088 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8 ആണ്. അതുപോലെ 36,000 എന്ന് വന്നു. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് 3 ഡിജിറ്റാണ് എടുക്കേണ്ടത്. 3 ഡിജിറ്റ് 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 8. ഓക്കെ. 8ൻ്റെയും മനസ്സിലായല്ലോ. 9ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ്? നമുക്കറിയാം 3ൻ്റെ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടത്? 3ൻ്റെ സം ഓഫ് ദ ഡിജിറ്റ്. നമുക്ക് തന്നിട്ടുള്ള നമ്പറിൻ്റെ സം എടുത്തിട്ട് ആ കിട്ടിയ സമ്മ് 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ 3ൻ്റെ കേസിൽ നോക്കിയത്. ഇവിടെ 9ൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? സം ഓഫ് ദ ഡിജിറ്റ്. കിട്ടിയ സമ്മിൻ്റെ സം എടുത്തിട്ട് അത് 9നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ തന്നുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 3708 അല്ലേ? എന്ത് ചെയ്യണം? 3 + നമ്മൾ ആഡ് ചെയ്യണം. ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യണം. 3 + 7 + 0 + 8 എത്രയാണ് നമുക്ക് കിട്ടുക? 18 എന്ന് കിട്ടും അല്ലേ? ഇനി ആ കിട്ടിയ സം അപ്പോൾ കിട്ടിയ 18നെ ആഡ് ചെയ്യുക. 8 + 1 9. അപ്പോൾ നമുക്കറിയാം 9നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് 3780 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണ്. 9ൻ്റെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സം ഓഫ് ദ ഡിജിറ്റ് അതാണ് ഓർമ്മിക്കേണ്ട കാര്യം. ഓക്കെ. നെക്സ്റ്റ് 10ൻ്റെ എളുപ്പമാണ്. 10ൻ്റെ ലാസ്റ്റ് 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 10. അത്രയും 10ൻ്റെ കാര്യത്തിൽ വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് 11 നോക്കാം. 11 ആണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം ഉള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കാം. 11ൻ്റെ കേസിൽ നമ്മൾ റൂൾ എന്ന് പറയുന്നത് ഇതാണ്: സം ദ ആൾട്ടർനേറ്റീവ്സ് ആൻഡ് സബ്ട്രാക്ട്. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അത് എങ്ങനെയാണെന്ന് നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്നതോടെ മനസ്സിലാവും. ഇവിടെ നമുക്ക് 3432 എന്ന് പറഞ്ഞൊരു നമ്പർ എടുക്കാം. ഓക്കെ. സം ദ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇടപെട്ടുള്ള നമ്പർ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നത് സം ദ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ 3 + 3 ചെയ്യണം, 4 + 2 ചെയ്യണം. ഓക്കെ. സം ദ ഓൾട്ടർനേറ്റീവ് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫസ്റ്റ് 3 + 3 ചെയ്യാം. 3 + 3 = 6. അതുപോലെ 4 + 2 എന്ന് പറയുന്നത് 6 കിട്ടിയല്ലോ. ഇനി ഈ കിട്ടിയതിനെ, അതായത് ആൾട്ടർനേറ്റീവിൻ്റെ സമ്മിനെ അതിനെ സബ്ട്രാക്ട് ചെയ്യും. അതായത് 6 - 6 which is equal to 0. 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ എന്താണ്? 11 ആണ്.
കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11. അതുപോലെ അടുത്ത നമ്പറും കൂടി ഒന്ന് നോക്കാം. അടുത്ത നമ്പർ എന്താണ്? 21,824. എന്ത് ചെയ്യണം? സം ദ ഓൾട്ടർനേറ്റീവ്. ഇവിടെ ഏതല്ല ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് 2 + 8 + 4. മറ്റേത് 1 + 2. എത്രയാ? 8 4 12 2 14. ഇവിടെ 3. എന്ത് ചെയ്യണം? 14 - 3 എത്രയാണ്? 11 അല്ലേ? 11 എന്ന് പറയുന്നത് 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് 21,824 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11. അതാണ് 11ൻ്റെത് റൂള്. 11ൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ സം ദ ഓൾട്ടർനേറ്റീവ് ആൻഡ് സബ്ട്രാക്ട്. ഓൾട്ടർനേറ്റീവ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ ഓൾട്ടർനേറ്റീവ് സമ്മ് സബ്ട്രാക്ട് ചെയ്യുക. സംസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന നമ്പറിന് 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യുക. 12ൻ്റെ കേസിൽ നമുക്ക് ഫോളോ ചെയ്യാം. നമുക്ക് 12 എന്ന് പറയുന്നത് എത്രയാണ്? 4 × 3. 4 3s are 12. അപ്പോൾ ഈ കേസിൽ എന്ത് ചെയ്യണം? 4ൻ്റെയും 3ൻ്റെയും ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് തന്ന നമ്പറിൽ 4ൻ്റെയും 3ൻ്റെയും ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് 144 എടുക്കാം. 144. ഓക്കെ, ഇത് നമുക്കറിയാം 12നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 3ൻ്റെയും 4ൻ്റെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 3ൻ്റെ എന്താണ്? 3 = അങ്ങനെ 3ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ 1 + 4 + 4 which is equal to 9. ആ 9നെ 3നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ നോക്കണം. അപ്പോൾ നമുക്കറിയാം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ 3ൻ്റെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ 4ൻ്റെയും നോക്കണം. 4നെ എങ്ങനെയാണ് നോക്കുക? ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. 44. അത് 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് പറയാം 144 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 12. ഇനി 13ൻ്റെ ചെക്ക് ചെയ്യാം. 13ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കണം. മൾട്ടിപ്ലൈ ദ ലാസ്റ്റ് ഡിജിറ്റ് ബൈ 4 ദെൻ ആഡ് ദ റിമൈനിങ് നമ്പർ വിത്ത് ചെക്ക് ദ റിസൾട്ട് ഈസ് ഡിവിസിബിൾ ബൈ 30. നോക്കാം, പ്രോബ്ലം വെച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ 104 എന്നാണ് നമുക്ക് തന്നില്ല നമ്പർ. എന്താണ് ആദ്യത്തേത്? ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 13ൽ ഫസ്റ്റ് പറയുന്നത് മൾട്ടിപ്ലൈ ദ ലാസ്റ്റ് ഡിജിറ്റ് ബൈ 4. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ 4നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 4 are 16 നമുക്ക് ആൻസർ കിട്ടി അല്ലേ? ദെൻ ആഡ് ദ റിമൈനിങ് നമ്പർ വിത്ത് ഇറ്റ്. അപ്പോൾ ഇവിടെ റിമൈനിങ് എത്രയാണ്? 10 ആണ്. 4നെ നമ്മൾ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബാക്കിയുള്ള നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. ആഡ് ചെയ്യണം. ആ നമ്പർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. 16. 10 + 16 ചെയ്താൽ എത്രയാണ്? 26 കിട്ടി. ആ കിട്ടിയ 26 13നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം 2 അല്ലേ? അപ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ ആൻസർ 104 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 13. 13ൻ്റെ റൂൾ എന്താണ്? ആദ്യം നമുക്ക് തന്നിട്ടുള്ള നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റിനെ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ റിമൈനിങ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയ ആൻസറും റിമൈനിങ് നമ്പറും തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് 13നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. 14ൻ്റെയും 15ൻ്റെയും 16ൻ്റെയും റൂള് നമുക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാം. എൻ്റർ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്കറിയാം 14 എന്ന് പറയുന്നത് എത്രയാണ്? 7 × 2 അല്ലേ? അപ്പോൾ ഈ ഒരു കേസിൽ 14ൻ്റെ കേസിൽ 7ൻ്റെയും 2ൻ്റെയും ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ തന്ന നമ്പർ 7നെ കൊണ്ടും 2നെ കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യുക. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ 14നെ കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. അതുപോലെ 5ൻ്റെ കേസിൽ എന്തായിരിക്കും? 15ൻ്റെ കേസിൽ എന്തായിരിക്കും? 15 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 × 3. 5 3s are. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? 5ൻ്റെയും 3ൻ്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണം. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഞാൻ എൻ്റർ ചെയ്തതിൽ മിസ്റ്റേക്ക് പറ്റിയതാണ്. 3 × 4 കോപ്പി ചെയ്തപ്പം ആ സെയിം നമ്പർ തന്നെ വന്നുപോയി, അതുകൊണ്ടാണ്. അപ്പം നിങ്ങളത് നോക്കണ്ട. 14 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 × 2 ആണ്. 15 എന്ന് പറഞ്ഞാൽ 5 × 3. അപ്പോൾ 14ൻ്റെ കേസിലാണെങ്കിൽ 7ൻ്റെയും 2ൻ്റെയും ഡിവിസിബിലിറ്റി നോക്കുക. 15ൻ്റെ ആണെങ്കിൽ 5 × 3ൻ്റെയും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ 15നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇവിടെ 16ൻ്റെ കേസിൽ എന്താണ്? ചെക്ക് ദ ലാസ്റ്റ്. നമ്മൾ 4ൻ്റെ കേസിൽ 2 ഡിജിറ്റ്സ് ആണ് എടുത്തത് അല്ലേ? 4ൻ്റെ കേസിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്തു. 16 എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം 4² ആണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് 4 ഡിജിറ്റ് എടുക്കണം. ലാസ്റ്റ് 4 ഡിജിറ്റ് എടുക്കുക. ആ 4 ഡിജിറ്റ് 16നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതാണ് 16ൻ്റെ ഡിവിസിബിലിറ്റി റൂള്. നെക്സ്റ്റ് 17ൻ്റെ നോക്കാം. 17ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ദ ലാസ്റ്റ് ഡിജിറ്റ് ബൈ 5 ദെൻ സബ്ട്രാക്ട് ദ റിമൈനിങ് നമ്പർ വിത്ത് ഇറ്റ്. ഇത് കിട്ടിയ നമ്പർ ചെക്ക് ദ റിസൾട്ട് ഈസ് ഡിവിസിബിൾ ബൈ 17. നമുക്ക് എക്സാമ്പിൾ വെച്ച് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ 2176 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് എടുക്കാം. 17ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ആദ്യം പറയുന്നത് എന്താണ്? മൾട്ടിപ്ലൈ ദ ലാസ്റ്റ് ഡിജിറ്റ് വിത്ത് 5. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 6നെ നമ്മൾ 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര ആൻസർ കിട്ടുക? 30. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ആ കിട്ടിയ നമ്പറിനെ റിമൈനിങ് നമ്പേഴ്സിൻ്റെ അകത്ത് സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ 270 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ അകത്ത് നിന്ന് 30 മൈനസ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 7 8 187. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? 187 എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടും. ആ 187 എന്ത് ചെയ്യണം? 17നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. അപ്പോൾ 187 17നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ എങ്ങനെ അത് ചെയ്യാം? 11 17 are 187.
അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. 187 എന്ന് പറയുന്നത് 17 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. സോ 2176 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 17 ആയിരിക്കും. നമുക്കറിയാം 18 എന്ന് പറയുന്നത് 9 into 2 അല്ലേ ആണ്. സോ ഇവിടെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക, 2ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. അതായത് ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ 2ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. നമുക്ക് 36 എന്ന് പറഞ്ഞ നമ്പർ എടുക്കാം അല്ലേ, എളുപ്പത്തിൽ മനസ്സിലാവും നമുക്കിപ്പോൾ. 36 എന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 9ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കണം, 2ൻ്റെ നോക്കണം. ലാസ്റ്റ് 6 ആയതുകൊണ്ട് 2ൻ്റെത് സാറ്റിസ്ഫൈഡ് ആയി. അടുത്ത 9ൻ്റെ ഡിവിസിബിലിറ്റി വേണം. സം ഓഫ് ദ ഡിജിറ്റ്. 9ൻ്റെ എങ്ങനെയാണ് 6 + 3 9 അല്ലേ. ഇവിടെ ഇനി സം ചെയ്യാനില്ല, അപ്പോൾ 9 തന്നെ. 9നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്കൊരു 36 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 18. ഇത്രയേ ഉള്ളൂ. 18 എന്ന് പറഞ്ഞാൽ 9 into 2 ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ 9ൻ്റെയും 2ൻ്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് പറയാം തന്നിട്ടുള്ള നമ്പർ 18നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന്. നെക്സ്റ്റ് 19. ഈ 19നെയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഡിവിസിബിലിറ്റി റൂൾസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഡിവിസിബിലിറ്റി ഓഫ് 90 നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് 19ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാം? 19ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ട റൂളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? മൾട്ടിപ്ലൈ ദ ലാസ്റ്റ് ഡിജിറ്റ് ബൈ 2. അവസാനത്തെ ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ആഡ് ദ റിമൈനിങ് നമ്പർ വിത്ത് ദ റിസൾട്ട്. എന്നിട്ട് ആ കിട്ടിയ നമ്പറിനെ 19നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. എക്സാമ്പിൾ ഇവിടെ 4123 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 2s are 6. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 4112ൻ്റെ അകത്ത് നിന്ന് 4112 പ്ലസ് ആഡ് ചെയ്യുക 6 വിച്ച് ഈസ് ഈക്വൽ ടു 418 അല്ലേ, 418. ഈ 418 എന്ത് ചെയ്യണം? 418 എന്ന് പറയുന്ന നമ്പർ 19നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യാം. 22 അല്ല, ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. 418 എന്ന് പറയുന്നത് 19നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് 4123 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 19 എന്ന് പറയാൻ പറ്റും. അപ്പം 2 മുതൽ 19 വരെയുള്ള ഡിവിസിബിലിറ്റി റൂള് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട ഡിഗ്രി ഹയർ സെക്കൻഡറി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് അറിയാത്ത 4-5 ട്രിക്സ് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 2 മുതൽ 19 വരെയുള്ള ഡിവിസിബിലിറ്റി റൂള് തറവായിട്ട് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്നിട്ട് ഈ 19 വരെയുള്ള ഡിവിസിബിലിറ്റി കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൂൾസ് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.